തിരുവനന്തപുരം സെന്റർ എന്ന് പറഞ്ഞാൽ ഭൂചലനം ഉണ്ടാവുമോ തിരുവനന്തപുരം സെന്റർ? ഇവിടെ ഭൂചലനം ഒന്നും ഉണ്ടാവത്തൊന്നുമില്ല. കാരണം ഇവിടെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തുടർന്നുണ്ടാകും. അതേ ഉള്ളൂ. ഭൂചലനത്തിന്റെ ആവശ്യം ഇവിടെ ചലിക്കില്ല. വൈഷ്ണവും നമ്മുടെ രജിത്തും ഇവിടുത്തെ നമ്മുടെ ശാസ്ത്രപാല മോഹൻ ചേട്ടും ഒക്കെ പറയുന്നത് ഭയങ്കര ചലനം ഉണ്ടാവുന്നു. ഭയങ്കര ചലനം ഉണ്ടാവുന്നു. ഞാൻ പറയുന്നത് ചലനം ഉണ്ടാകുന്നത് ഈ ഇരിക്കുന്നത് തുടർന്ന് പോകുന്ന ഒരു ചലനം ഉണ്ടല്ലോ, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ സർക്കാർ മാറണമെന്ന് ഇവര് പറയുന്നു, മാറണ്ടെന്നാണ് LDF പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് മാറണ്ട? 10 വർഷമായില്ലേ, ഒരു അവസരം കൊടുത്തൂടെ? ഇനി പുതിയ അവസരം മാറണ്ടെന്ന് ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ്. നമുക്ക് വികസനം വേണ്ടേ? നമുക്ക് ഈ 10 വർഷത്തിന് മുമ്പ് ഇരുന്നത് പോലെയാണോ ഇന്ന് ഈ കേരളത്തെ അല്ലെങ്കിൽ നമ്മൾ നാട് കാണാൻ കഴിയുന്നത്? എന്തെല്ലാം മാറ്റങ്ങളാണ്. ജനങ്ങൾ എന്ത് സ്വസ്ഥതയോടെ ജീവിക്കുന്നു. ഈ 10 വർഷമായിട്ട് യാതൊരു വർഗീയ ലഹളയുമില്ലാത്ത എന്ത് സുന്ദരമായ ഒരു നാട്. ഈ നാട്ടിലെ മനുഷ്യരുടെ ഗുണം കൊണ്ടല്ലേ മനുഷ്യർ അങ്ങനെ ആകുന്ന. അതിന് മുമ്പിൽ ഇതേ മനുഷ്യരല്ലേ ഇവിടെ ജീവിച്ചത്? ഈ 10 വർഷം മുമ്പിൽ ഇതേ മനുഷ്യരല്ലേ ഇവിടെ ജീവിച്ചത്? ഇന്നലെ എനിക്ക് പെരുമാറുന്നതിന് അല്ല അമ്പലത്തിന് മറുപടി കിട്ടി. നിങ്ങൾ പ്രതിപക്ഷത്താവുമ്പോഴാണല്ലോ വർഗീയ കലാപം ഉണ്ടാവുന്നതെന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞില്ല. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ലേ. ചെയ്യിപ്പിക്കുന്ന ആരെയും ചുമ്മാ ഇരുന്നവർ ചെവിട്ടിൽ അടിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളിപ്പോ കാണുന്നത് എങ്ങനെയാണ്? എല്ലാ മതങ്ങളെയും മതത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തുല്യമായി നല്ല രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഗീയ ലഹള ഉണ്ടാവത്തില്ല. കഴിഞ്ഞ 10 വർഷം ഉണ്ടാവാതെ പിണറായി സർക്കാരിനെ നോക്കാൻ കഴിഞ്ഞല്ലോ. മറ്റാരുണ്ട് LDF അല്ലാതെ?